വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മൂന്നാമത്തെ ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു, പക്ഷെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നാട്ടിൽ അവനാക്കിയൊക്കെയായിരുന്നു ഒരു 6 മാസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വിളിച്ചെന്ന രണ്ടാമത്തെ ബർത്ത്ഡേ അത്യാവശ്യം നമുക്ക് ക്ലോസ് ആയിട്ടിരിക്കണം 2-3 പേരൊക്കെ വിളിച്ച് നമ്മൾ 2-3 നൈബേഴ്സിനൊക്കെ വിളിച്ചിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഹോളുണ്ട് കേട്ടോ. ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്ര വലിയ ഗ്രാൻഡ് ഇതൊന്നുമല്ല. നമ്മുടെ വീട് നമുക്കൊരു വീടായിട്ടല്ലോ, നമുക്ക് ഫ്ലാറ്റായിട്ടാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മളിത് ചെയ്യണ സമയത്ത് 4ാം നിലയിലാണ്. അപ്പോൾ അതുവരെ ആൾക്കാർക്ക് വന്നവർക്ക് ഗസ്റ്റുകൾക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറച്ച് ഒച്ചപ്പാട് മുകളിലെടുക്കുമ്പോൾ അപ്പുറത്തേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഇവരുടെ പിള്ളേരുടെ കാറ്റീസം നടത്തണ ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഇടവകയിലുള്ളതുകൊണ്ടും പിന്നെ പിള്ളേർ കാറ്റീസിന് വന്നതുകൊണ്ടും ഇങ്ങനെ പിള്ളേരുടേതായ ബർത്ത്ഡേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി അവർ തന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആകെ 10 രൂപ ഉള്ളെങ്കിലും നമുക്കന്ന് ഇവിടെ തന്നെ വെച്ച് നടത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആ ഹോള്. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. വലിയതൊന്നുമില്ല, വെറുതെ ഒരു ദിവസം ഹാപ്പി ബർത്ത്ഡേ ഇടണം, പിന്നെ അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു സെക്കൻഡ് വെക്കണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഡെക്കറേഷൻസ്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് വേണ്ടി വന്നിക്കുന്നത് മൂത്ത ആളാട്ടോ. അപ്പോൾ മൂത്ത ആൾ ഞാനും കൂടെയാണ് വന്നിക്കുന്നത്. ബാക്കി 2 പേരെ ഞങ്ങൾ വീട്ടിലാക്കിയൊക്കെയാണ് കേട്ടോ. ബാക്കി 2 പേരും വീട്ടിൽ ചെയ്യുമ്പോൾ ഒപ്പമാണ് ചെയ്യുമ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ അങ്ങനെ 2 പേരും കൂടെ വന്നിട്ട് ഇതേ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ അവനെനിക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞങ്ങളത് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതിന് മുമ്പ്. നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. പിന്നെ വേഗം നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറാനുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത് ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്ന ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 പേരുടെയും ബർത്ത്ഡേക്ക് ഞാൻ എപ്പോഴും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നതിൽ എല്ലാവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
അമ്മമാരൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫ്രണ്ട്സ് ഫാമിലി അവർ വരാനുണ്ട്. അപ്പോൾ അവർ കുറച്ച് ദൂരേന്നായിരുന്നു. അപ്പോൾ അവർ ഓൺ ദ വേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ.